എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 മാർച്ച് 8 അതായത് കുംഭമാസം 24 ഇത്തവണത്തെ ശിവരാത്രി മഹോത്സവം വരുന്നത്. ഇത്തവണത്തെ ശിവരാത്രി മഹോത്സവത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അന്നു തന്നെയാണ് പ്രദോഷവ്രതവും വരുന്നത്. ശിവഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം വളരെയധികം പ്രാധാന്യമേറിയതാണ്. പ്രദോഷസന്ധ്യയിൽ പാർവതീ ദേവിയെ ഒരു പീഠത്തിലിരുത്തി ശിവഭഗവാൻ നൃത്തം ചെയ്യുന്നു. ഈ സമയത്ത് സകല ദേവതകളും അവിടെ സന്നിഹിതരായി ശിവഭഗവാനെ ഭജിക്കുന്നു എന്നാണ് വിശ്വാസം. ഈ ദിവസം വിധിപ്രകാരം വ്രതം അനുഷ്ഠിക്കുന്നത് മൂലം സകല പാപങ്ങളും നശിക്കുന്നു. അതുപോലെ ദാരിദ്ര്യ ദുഃഖശമനം, കീർത്തി, ശത്രുനാശം, സന്താനലബ്ധി, രോഗശാന്തി, ആയുസ്, ക്ഷേമം, ഐശ്വര്യം എന്നിവയെല്ലാം പ്രദാനം ചെയ്യാൻ കഴിവുള്ളതാണ് ഈ പ്രദോഷവ്രതം. ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നവരുടെ സകല പാപങ്ങളും നശിക്കുകയും അവർക്ക് ഐശ്വര്യവും ശ്രേയസ്സും ഒക്കെ ഉണ്ടാകുകയും അവരുടെ മരണാനന്തരം അവർക്ക് ശിവലോകം പ്രാപിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഈ പ്രദോഷവും ശിവരാത്രിയും ഒന്നിച്ചു വരുന്ന ദിവസമാണ് മാർച്ച് 8. അതിനാൽ ഈ 2 വ്രതം എടുക്കുന്ന ഫലം ഒറ്റ ദിവസത്തെ വ്രതത്തിലൂടെ ശിവഭഗവാന്റെയും മറ്റെല്ലാ ദേവീദേവന്മാരുടെയും അനുഗ്രഹത്താൽ നേടാൻ സാധിക്കുന്നത് ആകുന്നു. പാലാഴിമഥനം നടത്തുമ്പോൾ ഉണ്ടായ ഹലാഹല വിഷം ലോകരക്ഷയ്ക്കായിട്ട് ശ്രീ മഹാദേവൻ പാനം ചെയ്തു. ആ വിഷം ഭഗവാന് ബാധിക്കാതിരിക്കാൻ എല്ലാവരും ഉറങ്ങാതെ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. പരമശിവൻ വിഷം പാനം ചെയ്ത രാത്രിയാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത്. ഈ ദിവസം വ്രതം അനുഷ്ഠിക്കാൻ നിർദ്ദേശിച്ചതും ഭഗവാൻ തന്നെയാണെന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. ഇനി ശിവരാത്രി നാളിൽ എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കുന്നത് എന്ന് നോക്കാം. ശിവരാത്രി നാളിൽ അതിരാവിലെ ഉണർന്ന് പ്രഭാതകൃത്യങ്ങൾ, കുളി എന്നിവയ്ക്ക് ശേഷം ഭസ്മം, രുദ്രാക്ഷം എന്നിവ ധരിച്ചുകൊണ്ട് ശിവസ്തുതികൾ, അതുപോലെ പഞ്ചാക്ഷര മന്ത്രം തുടങ്ങിയവ ജപിക്കുക. അതിനുശേഷം ശിവക്ഷേത്ര ദർശനം നടത്തുക. അന്നേ ദിവസം മുഴുവനും ശിവക്ഷേത്രത്തിൽ ശിവസ്തുതിയുമായി കഴിച്ചു കൂട്ടുന്നത് വളരെ നല്ലതാണ്. അതുപോലെ പകൽ ഉപവാസം നിർബന്ധവുമാണ്. പൂർണ്ണമായും ഉപവാസം അനുഷ്ഠിക്കാൻ കഴിയാത്തവർക്ക് പഴങ്ങളോ മറ്റോ ഒക്കെ കഴിക്കാവുന്നതുമാണ്. ആരോഗ്യപരമായി ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കാവുന്നതാണ്. അന്ന് പകൽ മുഴുവൻ ശിവപുരാണമൊക്കെ ശ്രവിച്ചുകൊണ്ട് ഭഗവാന്റെ സ്മരണയിലൊക്കെ കഴിച്ചു കൂട്ടേണ്ടതാണ്. വൈകിട്ടൊക്കെ വീണ്ടും കുളി കഴിഞ്ഞ് ഭഗവാനെ ദർശനം നടത്തി പ്രാർത്ഥിക്കുക. അതുപോലെ ഭഗവാന് കൂവളമാലയൊക്കെ സമർപ്പിക്കുക. ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണമൊക്കെ നടത്തിയതിന് ശേഷം അല്പസമയം ശിവസന്നിധിയിലിരുന്ന് ശിവനാമങ്ങളൊക്കെ ജപിക്കണം. എങ്കിലേ നമ്മൾ ആ പ്രദക്ഷിണത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. പ്രദക്ഷിണ ശേഷം ശിവ അഷ്ടോത്തര ശതനാമാവലിയൊക്കെ ശിവക്ഷേത്രത്തിലിരുന്ന് ചൊല്ലുന്നത് നല്ലതാണ്. ഈ ശിവപൂജയിൽ ഉപയോഗിക്കുന്നതും വേദങ്ങളിൽ നിന്നുള്ള മന്ത്രങ്ങളൊക്കെയാണ് ശിവ അഷ്ടോത്തര ശതനാമാവലിയിലുള്ളത്. ഇനി ജോലിത്തിരക്കൊക്കെ മൂലം മഹാദേവന് ഏറ്റവും പ്രധാനപ്പെട്ട ശിവരാത്രി ദിവസം ക്ഷേത്ര ദർശനമൊക്കെ നടത്താൻ കഴിയാതെ വന്നാൽ 108 ശിവനാമങ്ങളടങ്ങിയ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിച്ചാലും മതിയാകുന്നതാണ്. അതുപോലെ ജോലി സംബന്ധമായിട്ടൊക്കെ പുറത്തുള്ളവർക്കും ദൂരയാത്രയൊക്കെ ചെയ്യുന്നവർക്കും ശിവപ്രീതിക്കായിട്ട് അന്നേ ദിവസം ശിവ അഷ്ടോത്തര ശതനാമാവലി കേൾക്കുകയോ അല്ലെങ്കിൽ ചൊല്ലുകയോ ഒക്കെ ആകാവുന്നതാണ്. രാത്രി ക്ഷേത്രത്തിൽ ശിവരാത്രി പൂജയിൽ പങ്കെടുക്കുക. ഭഗവാനെ എൻ്റെ സകല പൂർവ്വ ജന്മപാപങ്ങളും നീക്കി അനുഗ്രഹിക്കണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. അന്നേ ദിവസം മുഴുവൻ ഉറങ്ങാതെ ശിവനാമമൊക്കെ ജപിച്ച് കഴിച്ചു കൂട്ടുക. ഉറക്കം വരുന്നവർക്കൊക്കെ ആണെങ്കിൽ പഞ്ചാക്ഷര മന്ത്രം ഒരു ബുക്കിലൊക്കെ എഴുതാവുന്നതാണ്. രാവിലെ ക്ഷേത്ര ദർശനം വീണ്ടും നടത്തി പ്രാർത്ഥിച്ച് തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതും ആണ്. പിറ്റേന്ന് പകൽ ഉറങ്ങരുത്. കാരണം നമ്മുടെ ഹിന്ദു വിശ്വാസം അനുസരിച്ച് പകൽ ഉറക്കം നന്നല്ല. ഇനി അഥവാ ഉറങ്ങിപ്പോയാലും മഹാദേവൻ്റെ അനുഗ്രഹത്തിന് കുറവൊന്നും വരുന്നതും അല്ല. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് മുഴുവൻ രാത്രിയും ഉറക്കളയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് ശിവരാത്രി പൂജയ്ക്ക് ശേഷം, അതായത് ഏകദേശം 12:30-1 മണിക്കൊക്കെ ശേഷം ഉറങ്ങാവുന്നതാണ്. അതാണ്
അരശിവരാത്രി വ്രതം. അരശിവരാത്രി വ്രതം എടുക്കുന്നത് തന്നെ 1000 ഏകാദശി വ്രതത്തിന് തുല്യം ആണ് എന്ന് പറയപ്പെടുന്നു. ശിവരാത്രിയുടെ പിറ്റേന്ന് ക്ഷേത്ര ദർശനത്തിനൊക്കെ ശേഷം അർഹതപ്പെട്ടവർക്ക് അന്നദാനം, വസ്ത്രദാനം, അതുപോലെ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തതിന് ശേഷം വ്രതം അവസാനിപ്പിക്കുന്നവർക്ക് ആ ശിവരാത്രി വ്രതത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ഒക്കെ ലഭിക്കുന്നതാണ്. എല്ലാവർക്കും ഈ ശിവരാത്രി ദിനത്തിൽ വ്രതമൊക്കെ അനുഷ്ഠിച്ച് ഭഗവാന്റെ പ്രസാദത്താൽ ദാരിദ്ര്യ ദുഃഖശമനം, അതുപോലെ കീർത്തി, ശത്രുനാശം, സന്താനലബ്ധി, രോഗശാന്തി, ആയുസ്, ക്ഷേമം, ഐശ്വര്യം എല്ലാം നേടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.